വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ അതിനെതിരെയുള്ള കമൻസ് വരാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പോസിറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടായിരിക്കും. കാരണം ഇത് പിശാച് ഏറ്റവും അധികം പേടിക്കുന്ന രണ്ട് കൂദാശകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും. കാരണം പിശാച് ചെയ്തിട്ടുള്ള സർവ്വകാര്യങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കാനായിട്ട് പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇതൊട്ടില്ലാതാകത്തുമില്ല. ആരൊക്കെ ഇതിനെ എതിർത്ത് പറഞ്ഞാലും എത്ര വിമർശിച്ചാലും ഇത് കുമ്പസാരിക്കുന്നവനറിയാം അതിൻ്റെ കാര്യം എന്താണ്. അവൻ ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. കാരണം മറ്റൊന്നുമല്ല, അവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. വിശുദ്ധ കുമ്പസാരം കഴിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അത് ദൈവം സ്ഥാപിച്ചതാണ്. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആത്മാർത്ഥമായി വിശുദ്ധ കുമ്പസാരം നടത്തുന്ന ആള് കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം എന്ന് പറയുന്നത്. ഒത്തിരി അത്ഭുതങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപിയായ എന്നിൽ കനിയണമേ. കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപിയായ എന്നിൽ കനിയണമേ. അത് കർത്താവും ദൈവവുമായി അംഗീകരിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് പാപങ്ങൾ മോചിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വലിയ ശക്തിയേറിയ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നമുണ്ടാകുന്ന സമയത്തും ഈ പ്രാർത്ഥന ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ അപാരമായ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അച്ഛൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയുന്ന കാര്യമാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒത്തിരിയേറെ ആത്മീയ പിതാക്കളുടെ വലിയ തെളിവ് ഇതിന്. നമ്മൾ പാപം ചെയ്തു എന്നതിൻ്റെ പേരിലല്ല കർത്താവ് ദുഃഖിക്കുന്നത്. മറിച്ച് ഞാൻ പാപി അല്ല എന്ന് പറയുന്നതിലാണ് കർത്താവ് ദുഃഖിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പാപം ചെയ്തു എന്നതിനല്ല കർത്താവ് ദുഃഖിക്കുന്നത്, മറിച്ച് ഞാൻ പാപം ചെയ്തിട്ടും പാപി അല്ല എന്ന് പറയുന്നതിനകത്താണ് കർത്താവ് ദുഃഖിക്കുന്നത്. സ്വർഗം മുഴുവൻ ദുഃഖിക്കുന്നത് അതിലാണ്. ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറയുന്നോ, എപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞ് സമ്മതിക്കുന്നോ, അപ്പോ ദൈവം വിജയിക്കുകയാണ്. കാരണം പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മൾ വിട്ടു. പിന്നെ കർത്താവിന്റെ കയ്യിലാണ്. കുമ്പസാര രഹസ്യം കേട്ടിട്ട് ഒരെണ്ണം പോലും പുറത്തു പോവാതെ കർത്താവ് സൂക്ഷിക്കുന്നതിന്റെ ഉദാഹരണം, ഉറപ്പ് നമ്മുടെ മുമ്പിൽ തന്നിട്ട് നമ്മളത് വിശ്വസിക്കാതിരിക്കരുത്. ഇതിൽ കൂടുതൽ കർത്താവിന് ചെയ്തു തരാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ കുമ്പസാര രഹസ്യം പുറത്തു പോകുന്ന കാര്യം കേസിനെ സഭ വിലക്കിയിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന ഒരു പാപമാണ്. ബന്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാവുന്ന പാപമാണ്. ഇതുവരെ ഒരു അച്ഛൻ്റെ കേസിലും അങ്ങനെ ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് സംഭവിക്കാം. കാരണം എന്താണെന്നറിയാവോ, കുമ്പസാരത്തിൻ്റെ സമയത്ത് നമ്മൾ പോയി ചിലപ്പോൾ അടുത്ത് പോയി നിൽക്കും. ആ ആള് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കേൾക്കും. അതൊരു കുമ്പസാര രഹസ്യമാണ്. നിങ്ങൾക്ക് ആ ഒരു വരം കിട്ടിയിട്ടില്ല. പട്ടം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രഹസ്യം സൂക്ഷിക്കാനുള്ള വരം കിട്ടിയിട്ടില്ല. അറിയാതെ പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിച്ചോണേ. പിശാച് ചിലപ്പോൾ നമ്മളെ കൊണ്ട് കീഴെ കയറ്റി നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് കേൾപ്പിക്കും. കേൾക്കാതിരിക്കാൻ നോക്കണം. എങ്ങാനും കുമ്പസാരിക്കാനായിട്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ കേൾക്കുന്ന സ്വരത്തിലാണ് പറഞ്ഞെങ്കിൽ ചെവി കുത്തിപ്പിടിച്ചോണം. കാരണം ഈ കുമ്പസാര രഹസ്യം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു പോയാൽ അത് മാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാവുന്ന പാപമാണ്. ഒരച്ഛൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ കുമ്പസാര രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറയും എനിക്കിത് മോചിക്കാൻ പറ്റുകയില്ല, മാർപ്പാപ്പായുടെ അനുവാദം മേടിക്കാൻ. ഉരുവിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന വലിയ ശക്തമായ പ്രാർത്ഥനയാണ്. ഒത്തിരി അത്ഭുതങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപിയായ എന്നിൽ കനിയണമേ. കർത്താവായ ഈശോയെ, ദൈവപുത്ര, പാപിയായ എന്നിൽ കനിയണമേ. അത് കർത്താവും ദൈവവുമായി അംഗീകരിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് പാപങ്ങൾ മോചിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വലിയ ശക്തിയേറിയ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നമുണ്ടാകുന്ന സമയത്തും ഈ പ്രാർത്ഥന ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ അപാരമായ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അച്ഛൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയുന്ന കാര്യമാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒത്തിരിയേറെ ആത്മീയ പിതാക്കളുടെ വലിയ തെളിവ് ഇതിന് മുന്നോടിയായിട്ട് നമുക്കുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിഷയം, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഉള്ള ചില സംശയങ്ങളാണ്.
നിങ്ങൾ വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലുമൊക്കെ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ടോക്കുകൾ നിങ്ങളൊന്ന് തപ്പി നോക്കിയാൽ അതിന് താഴെ ചുമ്മാ കമൻസ് കാണാം. അതിനെ എതിർത്തുകൊണ്ട്, അതിനെ ഇങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് ഒക്കെയുള്ള കമൻസ് ഇഷ്ടം പോലെ കാണാം. അതിന് അത്ഭുതമൊന്നുമില്ല, അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ അതിനെതിരെയുള്ള കമൻസ് വരാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പോസിറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടായിരിക്കും. കാരണം ഇത് പിശാച് ഏറ്റവും അധികം പേടിക്കുന്ന രണ്ട് കൂദാശകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും. കാരണം പിശാച് ചെയ്തിട്ടുള്ള സർവ്വകാര്യങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കാനായിട്ട് പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇതൊട്ട് ഇല്ലാതാകത്തുമില്ല. ആരൊക്കെ ഇതിനെ എതിർത്ത് പറഞ്ഞാലും എത്ര വിമർശിച്ചാലും ഇത് കുമ്പസാരിക്കുന്നവനറിയാം അതിൻ്റെ കാര്യം എന്താണ്. അവൻ ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. കാരണം മറ്റൊന്നുമല്ല, അവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. വിശുദ്ധ കുമ്പസാരം കഴിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അത് ദൈവം സ്ഥാപിച്ചതാണ്. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആത്മാർത്ഥമായി വിശുദ്ധ കുമ്പസാരം നടത്തുന്ന ആള് കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം എന്ന് പറയുന്നത്. വിശുദ്ധ കുമ്പസാരത്തിൻ്റെ സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ ടെൻഷൻ കയറിയിട്ട് ഒത്തിരി വലിയ പാപം ചെയ്തിട്ടൊന്നുമല്ല, അവർ ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം നടത്തുന്നതാണ്. ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ എന്തൊക്കെയാണെന്നറിയാമോ കാണി. ചിലപ്പോൾ കൈയൊക്കെ പിടിച്ച് ഓടിക്കുന്നുണ്ട്. ഞാൻ ഒരിടത്ത് കുമ്പസാരിപ്പിക്കാനായിട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് കുമ്പസാരിക്കുകയാണിത് ഇങ്ങനെ അടിക്കുകയാണ്, നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചോണ്ടാണ് പറയുന്നത്. ലാസ്റ്റത്തെ പാപം കൂടെ, അപ്പം ഞാനോർത്ത് കൈക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള ചേട്ടനായിരിക്കും. ലാസ്റ്റത്തെ പാവം അങ്ങോട്ട് പോകും. ചേട്ടൻ ഒറ്റ ശ്വാസം വിടലായിരുന്നു, ഒറ്റ ശ്വാസം വിടല. എല്ലാം തീർന്നു, ഒരു പ്രശ്നവുമില്ല. പിന്നെ അതങ്ങോട്ട് അവസാനത്തെ പാവം പറഞ്ഞ് തീരുന്നത് വരെ പിശാച് നമ്മളെ ഏതെല്ലാം തരത്തിൽ പിന്നോട്ട് വലിക്കാവോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് നീ ചെയ്താൽ ഇത്രയും കാലം നിന്റെ പുറകെ നടന്ന് പിശാച് പ്രലോഭിപ്പിച്ച് ചെയ്യിപ്പിച്ചത് മുഴുവൻ ഒറ്റയടിക്ക് തീർന്നു പോകും. അതുകൊണ്ടാണ് ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതാക്കാൻ വിമർശിച്ചെങ്കിൽ വിമർശിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ ഒക്കെ മാറ്റാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിശാച്. കർത്താവ് പിശാചിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസ് ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റും ഇതുപോലെ ആരെ വിഴുങ്ങണം കിട്ടുന്നവനെ വിഴുങ്ങാൻ റെഡി ആയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് പിശാച്. നമ്മളെ കൊണ്ട് വിഴുങ്ങി എന്തെല്ലാം ചെയ്യിപ്പിക്കുന്നല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ നിന്റെ പാപങ്ങൾ തമ്പുരാൻ കർത്താവ് നിന്നെ കൊണ്ട് ഒരു പരിഹാരം പോലും ചെയ്യിപ്പിക്കാതെ മോചിക്കുന്നതിനുള്ള കാരണം എന്താണെന്നറിയാവോ? ഈ പിശാച് നിന്നെ പ്രലോഭിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് നീ പാപം ചെയ്യുന്നതെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ്. നിന്റെ ബലഹീനതയും ഈ പറഞ്ഞ പിശാചിന്റെ ബലവും അറിയാവുന്ന കർത്താവ് ആയതുകൊണ്ടാണ് ഒരു കാരണവശാലും ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ കുറ്റപ്പെടുത്താതെ നിന്റെ സർവ്വപാപങ്ങളും കർത്താവ് മോചിച്ച് കളയുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ പോവല്ലേ. അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധ കുമ്പസാരം ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ഒരു തെളിവും വേണ്ട, ഇത് കർത്താവാണ് സ്ഥാപിച്ചെന്നറിയാം. അവൻ അനുഭവിക്കുന്ന ഒരു ആത്മീയ സന്തോഷം മാത്രം മതി. ഓരോ വിശുദ്ധ കുമ്പസാരം കഴിയുമ്പോഴും അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അങ്ങോട്ട് പോയ മുഖമായിട്ടേ അല്ല തിരിച്ചിറങ്ങി വരുന്നത്. അങ്ങോട്ട് പേടിച്ച് വിറച്ചും ഒത്തിരിയേറെ ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ താങ്ങിയ അങ്ങോട്ട് പോകുന്നതെങ്കിൽ വിശുദ്ധ കുമ്പസാരം നന്നായിട്ട് നടത്തിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കണം. തമ്പുരാൻ കർത്താവ് ആ മുഖത്തിരിക്കുന്നത് നമുക്ക് തോന്നും. തമ്പുരാൻ കർത്താവ് മുഖത്തിരിക്കുന്നു. അച്ഛൻ ഈ ധ്യാനത്തിന്റെ സമയത്തൊക്കെ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്. കുമ്പസാരത്തിന്റെ തലേദിവസം അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറയും, എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറയും. പിറ്റേ ദിവസം അച്ഛൻ പറയും വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞിട്ട് വന്നിരുന്ന ആളുടെ മുഖത്തോടൊന്ന് നോക്കാൻ പറയും, പഴയ മുഖമാണോ എന്ന്. ഒരിക്കലും അല്ല. ഭയങ്കര വ്യത്യാസമാണ് വിശുദ്ധ കുമ്പസാരം നടത്തി കഴിയുമ്പോഴുള്ള ഒരു മോഹം. കാരണം അവിടെ ഒരു വലിയ യുദ്ധത്തിൽ നീ കാരണം ദൈവവും സ്വർഗരാജ്യവും സന്തോഷിക്കുന്ന സമയമാണ്. നീ കാരണം സ്വർഗം വിജയിക്കുന്ന സമയമാണ്. വെറും ബലഹീനനായ മനുഷ്യൻ കാരണം സ്വർഗം ജയിക്കുന്ന സമയമാണ് കുമ്പസാരം എന്ന് പറയുക. മറ്റൊരു തരത്തിലും നമുക്ക് സ്വർഗത്തെ ജയിപ്പിക്കാൻ പറ്റുകയില്ല.
ഞാൻ ഒറ്റയാള് വിചാരിച്ചാൽ സ്വർഗം തോറ്റുപോകുന്ന സ്ഥലവുമുണ്ട്, ഞാൻ ഒറ്റയാള് വിചാരിച്ചാൽ സ്വർഗം ജയിക്കുന്ന സ്ഥലവുമുണ്ട്. അതാണ് വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുമ്പസാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ പാപം ചെയ്തു എന്നതിൻ്റെ പേരിലല്ല കർത്താവ് ദുഃഖിക്കുന്നത്, മറിച്ച് ഞാൻ പാപി അല്ല എന്ന് പറയുന്നതിലാണ് കർത്താവ് ദുഃഖിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പാപം ചെയ്തു എന്നതിനല്ല കർത്താവ് ദുഃഖിക്കുന്നത്, മറിച്ച് ഞാൻ പാപം ചെയ്തിട്ടും പാപി അല്ല എന്ന് പറയുന്നതിനകത്താണ് കർത്താവ് ദുഃഖിക്കുന്നത്. സ്വർഗം മുഴുവൻ ദുഃഖിക്കുന്നത് അതിലാണ്. ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറയുന്നോ, എപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നോ, അപ്പോ ദൈവം വിജയിക്കുകയാണ്. കാരണം പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മൾ വിട്ടു, പിന്നെ കർത്താവിന്റെ കയ്യിലാണ്. നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമയ്ക്കകത്ത് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ അപ്പൻ അതിയായ സ്നേഹത്തോടെ അവിടെ വീട്ടിലിരിക്കുക, ഈ മകനെ നോക്കി ഇരിക്കുക. ഈ മകനൊന്ന് തിരിച്ചു വന്ന ഒരൊറ്റ പറച്ചിലാ, എന്റെ അപ്പാ ഞാൻ തെറ്റ് ചെയ്തു പോയേ, അത്രയും പറഞ്ഞാൽ മതി. ബാക്കി ബാക്കി കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് എവിടുന്ന് ഇറങ്ങിപ്പോയോ ആ സ്ഥാനത്തേക്ക് തിരിച്ച് പ്രതിഷ്ഠിക്കുകയാണ് കർത്താവ്. ഇത്രയും വലിയൊരു അത്ഭുതമാണ് ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നടക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് വിശുദ്ധ കുമ്പസാരം? വിശുദ്ധ കുമ്പസാരത്തിലൂടെ സംഭവിക്കുന്ന അത്ഭുതം എന്താണ്? അത് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നീ ഏറ്റുപറയുമ്പോൾ നിനക്ക് സംഭവിക്കുന്ന കാര്യം ബൈബിൾ പറയുന്ന 2 കാര്യങ്ങളാണ്. ദൈവം പാപം ക്ഷമിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്ന 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ 43:25. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഇനി ഓർക്കുകയില്ല. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചേക്കാം എന്ന് പറയുകയല്ല, നിന്റെ പാപം ഞാൻ ഇനി ഓർക്കുകയില്ല. മനുഷ്യന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണിത്, അല്ലേ? മനുഷ്യന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ക്ഷമിക്കും, പക്ഷെ ജീവിതാവസാനം വരെ നമ്മളത് ഓർത്തിരിക്കും. ഒരു തെറ്റ് നമ്മളോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും. ഞാനൊരു പള്ളിയിലിരുന്ന സമയത്ത് ഒരു ചേട്ടനും അന്യനുമാണ്, തൊട്ടടുത്തടുത്താണ് താമസം. എന്തോ നിസ്സാര ഒരു പ്രശ്നം, അതിൻ്റെ എന്തോ പ്രശ്നമാണ് വന്നത്. ഇപ്പുറത്തെ കോഴി അപ്പുറത്ത് കയറിയെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഭാര്യമാർ തമ്മിൽ പ്രശ്നമായി. അത് ഭർത്താക്കന്മാർ ഏറ്റെടുത്ത് ഭയങ്കര ബഹളം, അടിയും തല്ലും വരെയായി. അപ്പോൾ ആ പള്ളിയുടെ ഒരു പ്രത്യേകത, പള്ളിയുടെ തൊട്ടടുത്താണ് എല്ലാ വീടുകളും, ചുറ്റും വീടാണ്. ആരെങ്കിലും ഒരാൾ വീട്ടിൽ ഒച്ച ഉണ്ടാക്കിയാൽ പള്ളി കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ആൾക്കാരെല്ലാം കൂടെ ഓടി വന്ന് എന്നെ വിളിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു, വീട്ടിലോട്ട് ചെന്നപ്പോൾ ചേട്ടനും എന്നെ തമ്മിൽ ഭയങ്കര അടിയാണ്. ഞാൻ പിന്നെ ഇത്രയും സൈസൊക്കെ ആയതുകൊണ്ട് ഞാൻ 2 ഡയലോഗ് കഴിച്ചു, മാറിപ്പോക്കോണമെന്നൊക്കെ പറഞ്ഞ് 2 ഡയലോഗ് കഴിച്ചു. 2 വീട്ടിൽ കയറി. 2 ഞാൻ വിളിപ്പിച്ചു. ചേട്ടൻ എന്നെ ഞാൻ പള്ളിയിലോട്ട് വരാൻ പറഞ്ഞു. പള്ളിയിലോട്ട് 2 പേരും വന്നു. ഞാൻ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേട്ടനല്ല ചേട്ടൻ. അപ്പോൾ ചേട്ടന്മാർ വേണ്ട ഇച്ചിരിയൊക്കെ ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് വിട്ടുകൊടുത്തേക്ക്, പോട്ടെ, സാരമില്ല, ക്ഷമിച്ചേക്ക്. ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പാലിക്കും. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പാലിച്ചിരിക്കും. അച്ഛൻ എനിക്ക് ദൈവതുല്യമാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് ഞാൻ അച്ഛനെ കാണും. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ക്ഷമിച്ചിരിക്കും. ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് അച്ഛനോട് പറയാ, ഞാൻ എല്ലാം പുറത്തേക്കുക, അവൻ എന്നൊക്കെ വൃത്തിയോട് കാണിച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ പുറത്തേക്കുക. പക്ഷെ അച്ഛൻ ഒരു കാര്യം ഓർത്തോണെന്ന് വെച്ചാൽ അവൻ വെള്ളം ഇറങ്ങി ചാകത്തില്ല. നമ്മുടെയൊക്കെ ക്ഷമ ഇതാ, ക്ഷമിച്ചു എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ മറക്കുകയല്ല. പക്ഷെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ഞാൻ ഇനി ഓർക്കുകയല്ല, അത് എന്നേക്കായിട്ട് മറന്നു കളഞ്ഞേക്കാണ്. എന്ന് പറഞ്ഞാൽ നീ ഇനി അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മ പോലും എനിക്കിനി ഉണ്ടാവുകയല്ല. എന്തൊരു വലിയ അത്ഭുതം അല്ലേ! ഇത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നീ പാപം ചെയ്തുവെങ്കിൽ നീ പാപം ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് നിന്നെ മാറ്റുക. അങ്ങനെ ഒരു കാര്യം ഓർക്കുക പോലും ഇല്ല. അതാണ് ദൈവം പാപം മോചിച്ചാലുള്ള ഒരു ഗുണം. നിന്റെ പാപങ്ങൾ അവൻ ഓർക്കുകയില്ല. മറ്റൊരു വാക്ക് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം 9-ാമത്തെ വാക്യം. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ, നിങ്ങളുടെ പാപങ്ങൾ
മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. ദൈവത്തിൽ നമ്മളോട് ക്ഷമിക്കുന്നതിൻ്റെ 2 വാക്കുകൾ പറയുന്നതാണ്. ഒന്ന്, നിന്റെ പാപങ്ങൾ അവൻ മറന്നു കളയും. 2, നിന്റെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയും. ഇതാണ് 2 വാക്കുകൾ. ഈ മായ്ച്ചു കളയുന്നതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പേനായും കൊണ്ട് പേപ്പറിൽ എഴുതി തെറ്റിപ്പോയി, എന്നാ സംഭവിക്കും? നമ്മളൊരു വെട്ടുവിട്ടു. പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ടീച്ചർമാർ വാല്യൂ ചെയ്യുന്ന സമയത്ത് നീ ആദ്യം തെറ്റിച്ചതല്ലേ, 1/2 മാർക്ക് കുറച്ചേക്കാം, അതൊന്നുമില്ല. പക്ഷെ ആ തെറ്റിയതിൻ്റെ പാടവിടെ കിടക്കും. പക്ഷേ കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയാണ്. മായ്ച്ചില്ല, നമ്മൾ ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി തെറ്റിപ്പോയി, എന്നാ എടുക്കും? നമ്മളതങ്ങ് മായ്ച്ചു കളയും. പിന്നെ അവിടെ തെറ്റിയതിൻ്റെ ഒരു പാടോ അവശിഷ്ടമോ പോലും ഇല്ല. ശരിയായിട്ട് എഴുതുന്ന എന്താണോ അത് മാത്രമേ അവിടെ കാണുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിന്റെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നീ പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ ദൈവം നിന്നോട് ക്ഷമിക്കുന്നതിലൂടെ സംഭവിക്കുന്ന സംഭവം എന്താണെന്നറിയാമോ? ഇത്രയും കാലം പിശാച് കഷ്ടപ്പെട്ട് നിന്നെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയി. കർത്താവിന് അൾഷിമേഴ്സ് ഉണ്ടാക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കർത്താവിൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയി, അത് മായ്ച്ചു കളഞ്ഞു, ഒരു പാട് പോലും അവശേഷിക്കാതെ മായ്ച്ചു കളയാണ്. ഇത്രയും വലിയൊരു അത്ഭുതം നടക്കും എന്ന് പറഞ്ഞാൽ, ഒരു 40 കൊല്ലക്കാലം കുമ്പസാരിക്കാതെ നടന്ന ഒരാള് ഒരൊറ്റ ദിവസം ഒന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് പോയാൽ ഈ 40 കൊല്ലക്കാലത്തെ പിശാചിന്റെ കഷ്ടപ്പാട് മുഴുവൻ വെറുതെ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും പിശാച് സമ്മതിക്കുകയില്ല കുമ്പസാരക്കൂടിനടുത്തോട്ട് പോകാനായിട്ട്. എങ്ങനെയെങ്കിലും നമ്മളെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പിശാച് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു വലിയ കാര്യമാണ് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ ഇങ്ങനെ പരത്തി വിടുക. നമ്മളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് പാപങ്ങൾ ദൈവം മോചിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പാപം കർത്താവ് മോചിക്കും, കർത്താവ് നൽകുന്ന ഉറപ്പാണ്. നീ പശ്ചാത്തപിച്ചാൽ കർത്താവ് നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയും, മറന്നു കളയും. ഇത് ബൈബിളിലൂടെ തമ്പുരാൻ കർത്താവ് നമുക്ക് തരുന്ന വലിയ ഉറപ്പാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ദൈവം പാപം മോചിച്ചു കളയും. പക്ഷേ പാപം മോചിക്കാനായിട്ട് ദൈവം മനുഷ്യനെ കൊണ്ട് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ദൈവത്തോട് നേരിട്ട് പറഞ്ഞ് പാപങ്ങളൊന്ന് മോചിച്ചാൽ പോരെ? ഒരച്ഛൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പരസ്പരം രമ്യപ്പെടേണ്ട കാര്യമുണ്ടോ ദൈവത്തോട് രമ്യപ്പെടാൻ? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. ദൈവത്തോട് നേരിട്ട് ആർക്കും രമ്യപ്പെടാൻ പറ്റില്ല. മനസ്സിൽ ഇത് കുറിച്ചിടണം. ദൈവത്തോട് നേരിട്ട് ആർക്കും രമ്യപ്പെടാൻ പറ്റില്ല. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ, നീ സഹോദരനുമായിട്ട് രമ്യപ്പെടാതെ ഒരു കാരണവശാലും ദൈവത്തോട് രമ്യപ്പെടാൻ പറ്റില്ല. സഹോദരനുമായി നീ വഴക്കുണ്ടാക്കിയാൽ അവൻ നിന്നോട് പൊറുക്കാതെ നീ ദൈവവുമായിട്ട് പൊറുക്കപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. നിന്റെ സഹോദരനെ നീ തല്ലിയിട്ട് അവൻ നിന്നോട് പൊറുക്കാതെ ദൈവം നിന്നോട് പൊറുക്കുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിന്നോട് ആരെങ്കിലും പാപം ചെയ്തിട്ട് നീ അവരോട് പൊറുക്കാതെ, നീ അവരോട് രമ്യപ്പെടാതെ നിന്നോട് ദൈവം പൊറുക്കുമെന്ന് വിചാരിച്ചാൽ അതും തെറ്റാണ്. എന്ന് പറഞ്ഞാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് ഒരിക്കൽ കൂടി എടുത്തു പറയും, നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുമെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും, അതല്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കുകയില്ല. നമ്മൾ ഓർക്കണം എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തോട് നേരിട്ട് രമ്യപ്പെടാൻ പറ്റില്ല. കാരണം ഞാൻ പാപം ചെയ്യുന്നത് മനുഷ്യനോടാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ ആദ്യം പാപം ചെയ്യുന്നത് മനുഷ്യനോടാണ്. അല്ല, ഞാൻ ഒരാളെ തല്ലി ഒറ്റ അടി വെച്ച് കൊടുത്തു. ആ ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് വേദന എടുത്തത് ആർക്കാ? ദൈവത്തിനാണോ? മനുഷ്യനാ. അവനാണ് വേദന എടുത്തത്. ഞാനൊരു അടി വെച്ച് കൊടുത്ത് ഒരുത്തിൻ്റെ അണപ്പല്ല് പോയത് ആർക്കാ? ദൈവത്തിനാണോ? അല്ല, ഇവനാ. പക്ഷെ കർത്താവ് പറയുകയാണ്, നീ ഈ സഹോദരനോട് ചെയ്തതൊക്കെ എന്നോട് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിനെതിരായി തെറ്റ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് ഈ സഹോദരനോട് രമ്യപ്പെടാതെ ദൈവത്തോട് നമുക്ക് നേരിട്ട് രമ്യപ്പെടാൻ പറ്റില്ല. ആദ്യം അവനുമായിട്ട് രമ്യപ്പെടണം, അവനോട് പോയി ക്ഷമ പറയണം, അവനുമായിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യണം, എന്നിട്ട് വേണം ദൈവത്തോട് രമ്യപ്പെടേണ്ടത്. അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അച്ഛൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബലി അർപ്പിക്കാനായി വരുന്നതിനെ കുറിച്ച് കർത്താവ് പറയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ബലി അർപ്പിക്കാൻ വരുന്നതിനെ കുറിച്ച് പറയും. കർത്താവ് പറയുകയാണ്, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് ബലി അർപ്പിക്കുക. ഇതാണ് കർത്താവ് പറയുന്ന കാര്യം. ആദ്യം നമ്മൾ രമ്യപ്പെടേണ്ടത് മനുഷ്യനോടാണ്. അത്രയും ക്ലിയർ ആയല്ലോ? ആദ്യം നമ്മൾ രമ്യപ്പെടേണ്ടത് മനുഷ്യനോടാണ്. മനുഷ്യനോട് രമ്യപ്പെടാതെ ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ട് തമ്പുരാനെ എന്നോട് പുറത്തേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കിടന്ന് നിലവിളിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നും പറഞ്ഞ് നമുക്കെല്ലാവരോടും പോയി, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരോടും പോയി മാപ്പ് പറയാനായിട്ട് പറ്റുമോ? മാപ്പ് പറയാനായിട്ട് പറ്റുമോ? മാപ്പ് പറയാനായിട്ട് പറ്റുമെങ്കിൽ ആദ്യം അത് ചെയ്യണം, എന്നിട്ടേ കുമ്പസാരക്കൂട്ടിലോട്ട് പോലും വരാവുള്ളൂ. ഇനി കുമ്പസാരക്കൂട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു ചെന്ന് അവരോട് രമ്യതയോടെ സംസാരിക്കണം, രമ്യപ്പെടണം. എങ്കിലേ കടങ്ങളും കൂടെ മോചിക്കപ്പെടുകയുള്ളൂ. പാപങ്ങളും കടങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. ഒരു തെറ്റ് മൂലം, നമ്മുടെ ഒരു പ്രവൃത്തി മൂലം നമുക്ക് പാപവും ഉണ്ടാകുന്നുണ്ട്, കടവും ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ ഇത് പറഞ്ഞു പോകുമ്പോൾ അച്ഛൻ നിങ്ങൾ അച്ഛൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് അച്ഛൻ സംശയമാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഈ റിപ്പീറ്റ് ചെയ്ത് പലതും പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരു തെറ്റ് മൂലം ഉണ്ടാകുന്നുണ്ട്. പാപവും ഉണ്ടാകുന്നുണ്ട്, കടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് ഞാൻ ഒരാൾക്കിട്ട് തല്ലി, ആ തല്ലി എന്ന് പറയുന്നത് തന്നെ ഒരു പാപമാണ്. അവനെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തല്ലിയതിൻ്റെ പേരിൽ അവൻ്റെ ഒരു പല്ല് പോയി. അത് വെച്ചു കൊടുക്കാത്തടത്തോളം അവനൊരു കുറവുണ്ടാകുന്നുണ്ട്. അതെനിക്ക് അവൻ്റെ മേലൊരു കടമുണ്ടാകുന്നുണ്ട്. ആ കടവും കൂടെ ഞാൻ വീട്ടുമ്പോഴേ എൻ്റെ രണ്ടും കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടുമെങ്കിലും കടങ്ങൾ പറ്റുന്നിടത്തോളം നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം വീട്ടാനുള്ള കടമ കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇതിനെ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത്, നീ സഹോദരനുമായി ന്യായാധിപന്റെ പക്കലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് തന്നെ രമ്യപ്പെട്ടോണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അവസാന തൊട്ട് കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, രമ്യപ്പെടാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ രമ്യപ്പെടാനായിട്ട് എടുക്കണം. അതുകൊണ്ട് മനുഷ്യനോട് രമ്യപ്പെടാതെ ദൈവത്തോട് രമ്യപ്പെടാൻ പറ്റില്ല. നമുക്ക് എല്ലാവരോടും പോയി സോറി കേട്ടോ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു കേട്ടോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റുകയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് വീണ്ടും കർത്താവ് അതിനു വേണ്ടിയിട്ടും കൂടെ ഒരു കാര്യം ചെയ്യാണ്. നീ എല്ലാവരോടും മനസ്സുകൊണ്ട് രമ്യപ്പെട്ടിട്ട് ഒരു വൈദികന്റെ അടുത്തെങ്കിലും പോയി ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടം പോലെ ബൈബിളിനകത്ത് എടുത്തു വെച്ച് കാണിച്ചു തരുന്നു. നമുക്കറിയാം, യോഹന്നാൻ മാംദാനയുടെ അടുത്ത് വന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? യോഹന്നാൻ മാംദാനയുടെ അടുത്ത് വന്നിട്ട് ആളുകൾ പറയുകയാണ്, പാപങ്ങൾ ഏറ്റു പറയുകയാണ്. യോഹന്നാൻ മാംദാന അവിടെ മാമോദിസ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ വന്ന് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാമോദിസ സ്വീകരിച്ചു. യോഹന്നാന്റെ അടുത്ത് വന്ന് അവർ പാപങ്ങൾ ഏറ്റുപറയും, ഞങ്ങൾ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഏറ്റുപറഞ്ഞിട്ട് അവർക്ക് മാമോദിസ കൊടുക്കുകയാണ് യോഹന്നാൻ മാംദാന. നമുക്കറിയാം, പല കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപം ഏറ്റുപറയണം. എവിടെ ചെന്ന്? അവൻ ഒരു പെൺചെമ്മരിയാടിനെയോ കോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. അവന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആരാണെന്നറിയാവോ? പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം. ലേവ്യരുടെ പുസ്തകത്തിലെ കർത്താവ് പറയുന്ന നിർദ്ദേശമാണ്, നീ തെറ്റ് ചെയ്തു പോയാൽ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തു പോയാൽ നീ ദൈവാലയത്തിൽ ചെന്ന് പാപങ്ങൾ ഏറ്റുപറയണം. നിനക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാര ബലി ചെയ്ത് പ്രാർത്ഥിക്കണം.
അപ്പോൾ ദൈവം നിന്റെ പാപങ്ങൾ പൊറുക്കും. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഒരു ഭാഗമുണ്ടല്ലോ, ഈ തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. തളർവാദ രോഗിയുടെ മുഖത്ത് നോക്കി കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടത് എന്തുകൊണ്ടാണ് കർത്താവ് അത് പറയുന്നതെന്നും കൂടെ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. മനുഷ്യപുത്രന് ഈ ലോകത്തിൽ പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ ഇപ്രകാരം പറഞ്ഞു. വീണ്ടും അവസാന സമയത്ത് ഈ ആളുകൾ ഭയപ്പെട്ടിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യർക്ക് ഇപ്രകാരമുള്ള അധികാരം കൊടുത്ത് ദൈവത്തെ അവർ സ്തുതിച്ചു. മനുഷ്യന്റെ മേൽ കർത്താവ് ഈ അധികാരം കൊടുക്കുകയാണ്. പാപപരിഹാര ബലി ചെയ്യാനും പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അധികാരം മനുഷ്യന് കർത്താവ് കൊടുക്കുകയാണ്. നമുക്കറിയാം, പത്രോസ് ലിഹായോട് കർത്താവ് പറയുകയാണ്, പത്രോസേ നീ പാറയാണേ, പത്രോസേ നീ പാറയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നിങ്ങളൊന്ന് ഓർത്തോണം, സഭയുടെ അധികാരം എന്തുമാത്രമൊക്കെയാണ് കേട്ടോ. ഈ പത്രോസാകുന്ന പാറമേൽ കർത്താവ് പണിയുന്ന സഭയുടെ അധികാരം കർത്താവ് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ സഭയോട് നീ ചേർന്ന് നിന്നാൽ നിനക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. വീണ്ടും പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. സ്വർഗം തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം പോലും നിനക്ക് ഞാൻ തരും. എന്ന് പറഞ്ഞാൽ ചിലരുടെ മുമ്പിൽ സ്വർഗം അടയ്ക്കാൻ വരെയുള്ള അധികാരം ഉണ്ട്. വീണ്ടും പറയുകയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഈ ഭൂമിയിൽ വെറും മനുഷ്യനെ കർത്താവ് അധികാരപ്പെടുത്തുകയാണ്. നീ ഇവിടെ കെട്ടിയാൽ സ്വർഗത്തിലും കെട്ടി. ഈ ഭൂമിയിൽ നീ ഒന്ന് അഴിച്ചാൽ സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അല്ലെ, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ സ്ലീഹന്മാരുടെ മേൽ കർത്താവ് ഊതി അവർക്ക് ആത്മാവിനെ കൊടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. ഇങ്ങനത്തെ പാപങ്ങളൊക്കെ ഉണ്ടോ? ക്ഷമിക്കാനും ബന്ധിക്കാനുമുള്ള അധികാരം സ്ലീഹന്മാരുടെ മേൽ കർത്താവ് കൊടുക്കുക. ക്ഷമിക്കാൻ മാത്രമല്ല, ബന്ധിക്കാനുമുള്ള അധികാരമുണ്ട്. ചില പാപങ്ങൾ അങ്ങനത്തെ ഉണ്ട്, അറിയാവോ? ചില പാപങ്ങൾ അങ്ങനെ ബന്ധിക്കപ്പെട്ട ചില പാപങ്ങളൊക്കെ ഉണ്ട്. അത് വീണ്ടും അഴിക്കാനുള്ള സാധ്യതകളും സഭ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഭ്രൂണഹത്യ എന്ന് പറയുന്ന പാപം ഒരച്ഛന് ഒരു കുമ്പസാരത്തിലൂടെ മോചിക്കാൻ പറ്റാത്ത പാപമാണ്. റിസർവ്ഡ് സിൻ എന്നൊക്കെ പറയും. റിസർവ്ഡ് സിൻ എന്നാൽ മെത്രാന് മാത്രം മോചിക്കാവുന്ന പാപമാണ് ഈ പറയുന്ന പാപം. ഒരു കുമ്പസാരത്തിൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുന്ന സമയത്ത് അച്ഛൻ പറയും, എനിക്ക് ഈ പാപം മോചിക്കാൻ അധികാരമില്ല, അതുകൊണ്ട് ഇത്ര ദിവസത്തിന് ശേഷം ഒന്നുകൂടെ വന്ന് കുമ്പസാരിക്കുക. അപ്പം അതിനോടിടയ്ക്ക് മെത്രാന്റെ കയ്യിൽ നിന്ന് ഈ അച്ഛൻ അനുവാദം മേടിക്കും. ആരാണ് ഇന്നതാണെന്നൊന്നും പറയണ്ട, ഇതുപോലൊരു കേസുണ്ടെന്ന് പറയും. അപ്പോൾ പിതാവ് അധികാരം നൽകും. അതിൻ്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവരോട് മോചിക്കാൻ പറയും. അങ്ങനെ രണ്ടാമത് അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ആ പാപം മോചിക്കാനായിട്ട് പറ്റുള്ളൂ. വേറൊരു പാപമാണ് കുമ്പസാരഹസ്യം ഏതെങ്കിലും രീതിയിൽ പുറത്തു പോവുക എന്ന് പറയുന്നത്. കുമ്പസാരഹസ്യം ഒരു അച്ഛൻ്റെ വായെന്ന് ഒരിക്കലും പുറത്തു പോകില്ല. കാരണം അത് അച്ഛൻ്റെ കഴിവല്ല. തമ്പുരാൻ കർത്താവ് പട്ടം കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ താഴിട്ടൊരു പൂട്ടും കൂടെ പൂട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എൻ്റെയൊക്കെ നാവിൽ നിന്ന് പണ്ടേ പുറത്തു പോകാൻ ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ. എൻ്റെയൊക്കെ നാവിന് വരെ അങ്ങനെ തമ്പുരാൻ കർത്താവ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് 100% ഉറപ്പാണ് ഇത് തമ്പുരാൻ സ്ഥാപിച്ചതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ രഹസ്യമൊന്നും സൂക്ഷിക്കാൻ പറ്റുകയില്ല. 2000 വർഷങ്ങൾക്ക് മുകളിലായി അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വട്ടുപിടിച്ചിട്ടുള്ള അച്ഛന്മാരുണ്ട്, വെറുതെ വായത്തുവന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുന്നവർ. കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ വിട്ടുമാറിപ്പോയി മറ്റ് സഭകളിലൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സഭയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ പോലും നാവിൽ നിന്നൊരു കുമ്പസാരഹസ്യം പുറത്തു പോകാതെ തമ്പുരാൻ കർത്താവ് കാത്തു പരിപാലിക്കുന്നുണ്ടെങ്കിൽ അതൊരച്ഛൻ്റെ കഴിവല്ല. തമ്പുരാൻ കർത്താവ് പട്ടം കൊടുത്ത കൂട്ടത്തിൽ നാവിനിട്ട് താഴം കൂടി ഇട്ട് പൂട്ടിയിട്ടാ അങ്ങോട്ട് വിട്ടേക്കുന്നത്.
ഒരച്ഛന്റെ വായിൽ നിന്ന് കുമ്പസാര രഹസ്യം പുറത്തു പോകുന്നതിന് മുമ്പ് അച്ഛൻ മരിക്കും. കാരണം ഇതിനെ അവഹേളിക്കാൻ കർത്താവ് സമ്മതിക്കുകയില്ല. കർത്താവ് കുരിശക്കയറി ഉണ്ടാക്കിയ കൂദാശ ഇത്. ഇതിനെ അവഹേളിക്കാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അതിനു മുമ്പ് അച്ഛൻ തട്ടിപ്പോവും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അച്ഛനായിട്ട് ജീവിക്കുന്ന ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം ഉറപ്പുള്ളത്. അച്ഛനാകുന്നത് വരെ എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞാലും നിങ്ങൾക്കും വലിയ ഉറപ്പുണ്ടാകണമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇത്രയും കാലഘട്ടങ്ങളായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു വലിയ ഉറപ്പ്, 2000 വർഷങ്ങളായി ലക്ഷക്കണക്കിന് അച്ഛന്മാർ, കോടിക്കണക്കിന് കുമ്പസാര രഹസ്യം കേട്ടിട്ട് ഒരെണ്ണം പോലും പുറത്തു പോവാതെ കർത്താവ് സൂക്ഷിക്കുന്നതിൻ്റെ ഉദാഹരണം, ഉറപ്പ് നമ്മുടെ മുമ്പിൽ തന്നിട്ട് നമ്മളത് വിശ്വസിക്കാതിരിക്കരുത്. ഇതിൽ കൂടുതൽ കർത്താവിന് ചെയ്തു തരാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ കുമ്പസാര രഹസ്യം പുറത്തു പോകുന്ന കാര്യം കേസിനെ സഭ വിലക്കിയിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന ഒരു പാപമാണ്. ബന്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാവുന്ന പാപമാണ്. ഇതുവരെ ഒരു അച്ഛൻ്റെ കേസിലും അങ്ങനെ ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് സംഭവിക്കാം. കാരണം എന്താണെന്നറിയാവോ? കുമ്പസാരത്തിൻ്റെ സമയത്ത് നമ്മൾ പോയി ചിലപ്പോൾ അടുത്ത് പോയി നിൽക്കും. ആ ആള് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കേൾക്കും. അതൊരു കുമ്പസാര രഹസ്യമാണ്. നിങ്ങൾക്ക് ആ ഒരു വരം കിട്ടിയിട്ടില്ല. പട്ടം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രഹസ്യം സൂക്ഷിക്കാനുള്ള വരം കിട്ടിയിട്ടില്ല. അറിയാതെ പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിച്ചോണേ. പിശാച് ചിലപ്പോൾ നമ്മളെ കൊണ്ട് കീഴെ കയറ്റി നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് കേൾപ്പിക്കും. കേൾക്കാതിരിക്കാൻ നോക്കണം. എങ്ങാനും കുമ്പസാരിക്കാനായിട്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ കേൾക്കുന്ന സ്വരത്തിലാണ് പറയുന്നതെങ്കിൽ ചെവി കുത്തി പിടിച്ചോണം. കാരണം ഈ കുമ്പസാര രഹസ്യം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു പോയാൽ അത് മാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാവുന്ന പാപമാണ്. ഒരച്ഛൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ കുമ്പസാര രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറയും എനിക്കിത് മോചിക്കാൻ പറ്റുകയില്ല. മാർപ്പാപ്പാട് അനുവാദം മേടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ മെത്രാൻ്റെ നിന്ന് അനുവാദം മേടിക്കുന്നത് പോലെ മെത്രാൻ്റെ അടുത്ത് ചോദിച്ച് മെത്രാൻ അത് ഫോർവേഡ് ചെയ്ത് മാർപ്പാപ്പാടെ കയ്യിൽ നിന്ന് അനുവാദം തിരിച്ചു വന്ന ശേഷം ഒന്നുകൂടെ കുമ്പസാരിക്കുമ്പോഴാണ് ആ പാപം മോചിക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഈ ലോകത്തിൽ ബന്ധിക്കപ്പെട്ട പാപങ്ങളുമുണ്ട്, അഴിക്കുന്ന പാപങ്ങളുമുണ്ട്. ബന്ധിക്കാനും അഴിക്കാനുമുള്ള അധികാരം സ്ലീഹന്മാരുടെ മേൽ കർത്താവ് ഊതിക്കൊണ്ട് അവർക്ക് കൊടുത്തതാണ്. കത്തോലിക്ക സഭയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? കത്തോലിക്ക സഭയുടെ ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയും. ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് സ്ലീഹന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അവർക്ക് അധികാരങ്ങൾ കൊടുത്തു, അവർക്ക് അഭിഷേകം കൊടുത്തു, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയച്ചു. പിന്നീട് അവർ അടുത്ത ശ്രേഷ്ഠന്മാരെ നിയമിച്ചു. ആ ശ്രേഷ്ഠന്മാർ അടുത്ത ആളുകളെ അതുപോലെ നിയമിച്ചു. അത് കൈവപ്പ് ശുശ്രൂഷ വഴി നിയമിച്ച് അന്ന് സ്ലീഹന്മാർ മുതൽ ഇന്ന് ഈ നിൽക്കുന്ന അച്ഛൻ വരെ ഈ ശ്ലൈഹിക പാരമ്പര്യം മുറിയാറെയുണ്ട്. കർത്താവ് അന്ന് കൊടുത്ത അധികാരങ്ങൾ കൈവപ്പിലൂടെ കൃത്യം ഇന്ന് വരെയും ഈ നിമിഷം വരെയും തുടർന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു ശ്ലൈഹിക പാരമ്പര്യമുണ്ട്. അന്ന് കർത്താവ് സ്ലീഹന്മാർക്ക് കൊടുത്ത അതേ അധികാരം ഇന്ന് വരെയും തുടരുന്നുണ്ട് എന്നതാണ് അതിൻ്റെ സത്യം. സ്ലീഹന്മാര് പൊട്ടന്മാരായതുകൊണ്ടല്ല അടുത്ത ആളുകളെ അങ്ങനെ നിയമിച്ചത്. കർത്താവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് അടുത്ത ആളുകളെ നിയമിക്കുന്നത്. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളെ എടുക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി നറുക്കിട്ട് തീരുമാനിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെ ഉപവാസം എടുത്തും പ്രാർത്ഥിച്ചുമാണ് ഡീക്കന്മാരെ നിയമിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതും ഒക്കെ. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെയൊക്കെ ഇതുപോലെയുള്ള ശ്രേഷ്ഠന്മാരെ മെത്രാന്മാരെ ഒക്കെ നിയമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൈവപ്പ് കൊടുത്ത് അഭിഷേകം കൊടുത്ത് ഇന്ന് വരെ തുടരുന്ന ഒരു സംഭവമുണ്ട്. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ തുടരുന്നതാണ്. നമ്മൾ പഴയ നിയമം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം. ഒരു പ്രവാചകൻ അടുത്തയാളെ അഭിഷേകം ചെയ്യും, അടുത്തയാളെ അഭിഷേകം ചെയ്യും, അടുത്തയാളെ അഭിഷേകം ചെയ്യും. അങ്ങനെയാണ് ഈ പ്രവാചകന്മാരുടെ ഒരു ഗണം തന്നെ ഉണ്ടാകുന്നത്. അഭിഷേകത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വലിയ ശുശ്രൂഷ മേഖല സഭയിലുണ്ട്. അത് കർത്താവ് സ്ഥാപിച്ചതാണ്. അത് ഇന്ന് വരെയും നമുക്ക് തുടരാനായിട്ട് പറ്റുന്നുണ്ട്. അന്ന് സ്ലീഹന്മാരെ തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ചത് അന്ന് കുറച്ചു കാലത്തേക്ക് മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമല്ല, ഇന്ന് വരെയും അതേ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ അധികാരത്തിലാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതും അഴിക്കുന്നതും ഒക്കെ. ഒരു അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് അച്ഛൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞു വരികയാണ്. ഒന്നുകൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞു വരാൻ നമുക്ക് നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് ഓടി അങ്ങോട്ട് ഇരുന്നിട്ട് കുറച്ച് പാപങ്ങൾ പറയുന്നതല്ല, വലിയൊരു അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്. നീ എത്രല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു കുറ്റപ്പെടുത്തൽ പോലും ഇല്ലാതെ കർത്താവ് എന്നേക്കുമായിട്ട് മറന്നു കളഞ്ഞേക്കാം എന്ന് പറയുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. മായ്ച്ചു കളഞ്ഞേക്കാം എന്ന് പറയുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. വീണ്ടും കുമ്പസാരം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നീ പശ്ചാത്തപിച്ചെങ്കിൽ
കർത്താവിന് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്റെ പാപങ്ങൾ മോചിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നീ പശ്ചാത്തപിച്ച് ഏറ്റുപറയുക എന്ന് പറയുന്നത് കർത്താവ് നിന്നോട് പറയുന്ന കാര്യമാണ്. അത് നീ ചെയ്യണം. അതെവിടെയാണ് പോയി ഏറ്റു പറയേണ്ടതെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നൊരു കാര്യം എന്താണ്? ദൈവാലയത്തിൽ ചെല്ലണം, എന്നിട്ട് അവിടെ ഇത് ഏറ്റുപറയണം. പുരോഹിതൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലേവ്യരുടെ പുസ്തകം മുതൽ നമ്മൾ വായിക്കുന്നതാ. യോഹന്നാൻ മാംദാനയുടെ അടുത്ത് ആളുകൾ ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാമോദീസ വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശിഷ്യന്മാരുടെ അടുത്ത് ആളുകൾ ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ആശീർവാദം മേടിച്ച് ഇങ്ങനെ അഴിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാപങ്ങൾ അഴിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിശാചുകളെ പുറത്താക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. മനുഷ്യപുത്രന് പാപമോചിക്കാൻ അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ അവൻ ഇത് ചെയ്തു. ഇവിടെ സ്ലീഹന്മാരെ അത് ഏൽപ്പിച്ചിട്ട് പോയി. വെറുതെ നീ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്തിൽ നീ ആദ്യം മനുഷ്യനോട് പറഞ്ഞ് രമ്യപ്പെട, എന്നിട്ട് വേണം ദൈവത്തോട് രമ്യപ്പെടാൻ. നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് അധികാരപൂർവ്വം പറയേണ്ടത് പുരോഹിതനാണ്. അത് ആരൊക്കെ എതിർത്താലും അത് പുരോഹിതൻ പറഞ്ഞാലേ അതാവുള്ളൂ. കാരണം സ്വർഗം പോലും തുറക്കാനും അഴിക്കാനും, തുറക്കാനും അടയ്ക്കാനുമുള്ള താക്കോല് നൽകപ്പെട്ടത് പത്രോസാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭയ്ക്കാണ്. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയരുത് എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും മായ്ച്ചു കളയരുത്. ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാവാം, പക്ഷേ ഇത് മാത്രം നമ്മൾ മറക്കാൻ ഇടവരരുത്. നമ്മൾ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ ഒരു കാര്യം പ്രകാരം പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ മൂത്തവരെന്നല്ല അർത്ഥം കേട്ടോ. സഭയിലെ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ കയ്യൊപ്പ് വഴി ഇപ്രകാരം അധികാരം ലഭിച്ച മെത്രാന്മാർ, പുരോഹിതന്മാർ, അവരെ വിളിക്കുന്ന പേരാണ് ബൈബിളിൻ്റെ അകത്ത് ശ്രേഷ്ഠന്മാരെന്ന്. ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇത് പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ അച്ഛനൊന്ന് പറഞ്ഞേക്കട്ടെ. ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ സങ്കടം ഉണ്ട്. ആ സങ്കടം ഇതാണ്: ഒത്തിരി ആൾക്കാരെ രോഗീലേപന കൂദാശ കൊടുക്കാതെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട്. ഈ രോഗീലേപന കൂദാശ എന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന ഒരു കൂദാശയല്ല. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാവുന്ന ഒരു കൂദാശയാണ്. അതിൻ്റെ ബേസ് കിടക്കുന്നത് ഇത് തന്നെയാണ്. തൈലാഭിഷേകം ചെയ്ത്, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ പുരോഹിതന്റെ അടുത്ത് ചെന്ന് അവനെ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ രോഗീലേപന ശുശ്രൂഷ? നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. രോഗീലേപന ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾ മുഴുവൻ കർത്താവ് ഈ രോഗിയെ സൗഖ്യപ്പെടുത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് എവിടുന്ന് ഒരു പേര് കിട്ടി, അന്ത്യകൂദാശ. നമ്മളിങ്ങനെ അന്ത്യത്തെ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് നോക്കിയിരിക്കുക കൊടുക്കാൻ. അത് വലിച്ചു തീരാൻ പോകുമ്പോഴത്തേക്കുമാണ് അച്ഛനെ വിളിക്കാൻ പോകുന്നത്. അച്ഛൻ വരുമ്പോഴത്തേക്കും തീർന്നു, കാറ്റ് പോയി. കാറ്റ് പോകുമ്പോൾ കൊടുക്കാനുള്ള കൂദാശ അല്ല ഇത്. രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള കൂദാശയാ. അവൻ അഥവാ ഇനി മരിച്ചു പോയാലും അവന്റെ പാപങ്ങളും എല്ലാം മോചിക്കപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും തൈലാഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ച് പുറത്തോട്ട് വിടാനായിട്ടുള്ളതാണ് ഈ കൂദാശ. അത് എൻ്റെ പ്രിയമുള്ളവരെ മടി വിചാരിക്കരുതേ. ഒരു കിടപ്പ് രോഗിയാണെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കൂദാശ സ്വീകരിക്കണം. അത് നല്ലതാ. നമുക്ക് ആരോഗ്യം ഉണ്ടാകും. രക്ഷപ്പെടാനുള്ളതാണെങ്കിൽ തമ്പുരാൻ കർത്താവ് രക്ഷപ്പെടുത്തും. അല്ല തമ്പുരാന്റെ ഹിതം നിന്നെ മരിപ്പിക്കാനുള്ളതാണെങ്കിൽ കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് ഈ രോഗീലേപന ശുശ്രൂഷ നമ്മൾ ആവർത്തിച്ച് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നല്ല ഇതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം അതുകൊണ്ട് വായിക്കുകയാണ്, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരസ്പരം പാപങ്ങൾ ഏറ്റുപറയാനല്ലേ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആ ഒരു വാക്ക് മാത്രം എടുത്തു വെച്ച് വ്യാഖ്യാനിക്കാൻ പോകല്ലേ. ഇത് നിങ്ങൾ ആ ഒരു കാര്യമായിട്ട് എടുക്കുക. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ മൂപ്പനെ വിളിക്കട്ടെ.
ശ്രേഷ്ഠനെ വിളിക്കട്ടെ, ശ്രേഷ്ഠൻ വന്ന് അവരുടെ മേൽ കൈ വെച്ച് പ്രാർത്ഥിക്കട്ടെ. പിന്നെ ഉള്ള ഡയലോഗ്സ് ഒക്കെ ആര് തമ്മിലാണ്? ഈ ശ്രേഷ്ഠനും രോഗിയും തമ്മിലാണ്. രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ, തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ, അവനെ തമ്പുരാൻ സുഖപ്പെടുത്തും, അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മോചിക്കും. എന്നിട്ട് പാപം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഡയലോഗാണ്. രോഗി പാപം ഏറ്റുപറയണം, വൈദികൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടുപേരും ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പറയുക. നീ പാപങ്ങൾ വൈദികന്റെ അടുത്ത് ഏറ്റുപറയുക, വൈദികൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തമ്പുരാൻ നിന്റെ പാപം മോചിക്കും, നിന്നെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ മനസ്സിൽ കുറിച്ച് വെക്കാതെ പോവല്ലേ എൻ്റെ പ്രിയമുള്ളവരെ, കുറിച്ച് വെക്കാതെ പോവല്ലേ. ആദിമകാലം മുതല് കർത്താവ് കൈപിടിച്ച് നടത്തുന്ന രീതിയാണിത്. നിന്റെ പാപങ്ങൾ മോചിക്കാൻ ഇതിനപ്പുറത്തേക്ക് കർത്താവിനൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരാനില്ല. നീ അനുദപിക്കണം, പാപം ഏറ്റുപറയണം, ഇത്രയും ചെയ്താൽ മതി. ബാക്കി തമ്പുരാനാ ചെയ്യുന്നേ. നിന്റെ എല്ലാ പാപവും അവൻ മറക്കാൻ തയ്യാറാന്നേ. എല്ലാ പാപത്തിൻ്റെയും ഒരു അംശം, ഒരു തെറ്റിന്റെ ഒരു അംശം പോലും, ഒരു പാട് പോലും ഇല്ലാതെ അവൻ പൊറുക്കാൻ തയ്യാറാ. നീ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. കർത്താവ് നിന്നോട് വലിയൊരു ഉറപ്പ് പറയുകയാണ്. നീ ഒരു വൈദികന്റെ ചെവി പോയി പറഞ്ഞാൽ അത് ഒരു കാരണവശാലും പുറത്തു പോവാതെ കർത്താവ് സംരക്ഷിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛനാകുന്നത് വരെയും എനിക്ക് സത്യത്തിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ ഒരു വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യന് ഇതൊക്കെ ഇങ്ങോട്ട് മറന്നു കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് പുറത്ത് പറയാതിരിക്കാൻ പറ്റുമോ? രഹസ്യമൊക്കെ ഇത്രയും സൂക്ഷിക്കാൻ പറ്റുമോ? കാരണം എൻ്റെ ബലഹീനത എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ വലിയ കാര്യമായിട്ട് രഹസ്യമൊന്നും സൂക്ഷിക്കാൻ കഴിവൊന്നും എനിക്കില്ല. എന്നോട് ആരെങ്കിലും ഒരു രഹസ്യമൊക്കെ പറഞ്ഞാൽ പലപ്പോഴും അത് പൊട്ടിപ്പോകാറുണ്ട്. പക്ഷെ അച്ഛനായതിനു ശേഷം എനിക്ക് ഒരു കാര്യത്തിൽ 100% ഉറപ്പായി. ഇത്രയും ബലഹീനനായ എനിക്ക് ഈ 11 വർഷമായിട്ട് നടത്തിയിട്ടുള്ള ഒറ്റ കുമ്പസാരത്തിൽ ഒരു പാപത്തിന്റെ ഒരു അംശം പോലും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ, അച്ഛൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ഇത്രയും ബലഹീനനായ ഒരു രഹസ്യം പോലും സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഞാൻ, എന്നെ കൊണ്ട് തമ്പുരാൻ കർത്താവ് ഈ 11 കൊല്ലക്കാലം അച്ഛൻ നടത്തിയിട്ടുള്ള കുമ്പസാരത്തിലെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷ്മതയോടെ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി എവിടുന്നോ തന്നുവെങ്കിൽ അത് ഒരിക്കലും എൻ്റെ കഴിവല്ല. ഇത് തമ്പുരാൻ കർത്താവ് എൻ്റെ നാവ് താഴിട്ട് പൂട്ടിയതാണെന്ന് എനിക്ക് ഇന്ന് ഉറപ്പാ. 2000 വർഷങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു വലിയ ഉറപ്പ് കർത്താവ് ഇതുപോലെ ലക്ഷക്കണക്കിന് അച്ഛന്മാരുടെ തരുന്നുണ്ട്. കാണാതെ പോലെ ഇത് കർത്താവ് സ്ഥാപിച്ചതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉറപ്പ് തന്നെയാണ് ഇത് പുറത്തു പോവാതെ സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ആർക്ക് പറ്റും ഇങ്ങനെയുള്ള പാപങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയാതെ സൂക്ഷിക്കാൻ? ഒരാൾക്കും പറ്റുകയില്ല. ഒരാൾക്കും അതിനുള്ള കഴിവില്ല. ഒരു മനുഷ്യനും കഴിവില്ല. ഇത് തമ്പുരാൻ കർത്താവ് തന്നെ അവിടെ ഇരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കർത്താവിൻ്റെ മാക്സിമം. നിന്റെ പാപം മോചിക്കാൻ വേണ്ടി എൻ്റെ പ്രിയമുള്ളവരെ, പിശാച് കർത്താവിന് ഇഷ്ടംപോലെ പീഡനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പീഡനങ്ങൾ. മനുഷ്യൻ പാപം ചെയ്ത് പിശാചിന്റെ അടിമത്തത്തിലായി ഈ ലോകത്തിലായെങ്കിൽ, ഈ ലോകം പിശാചിന്റെ അടിമത്തത്തിലായെങ്കിൽ, അച്ഛൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കണം, ഈ ലോകം ആരുടെ അടിമത്തത്തിലാണ്? പിശാചിന്റെ അടിമത്തത്തിലാണ്. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും ഒരു വേർവ്യത്യാസം കാണിക്കുന്നത്. ലോകത്തിന്റെ മനുഷ്യരും ദൈവത്തിന്റെ മനുഷ്യരും രണ്ട് വേർവ്യത്യാസം കാണിക്കുന്നതിനുള്ള കാരണം 2 വാക്കുകൾ പറഞ്ഞു. ഈ ലോകത്തിൻ്റെതായി ജീവിക്കുന്നവൻ പിശാചിന്റെ അടിമയാണ്. ഈ ലോകം പിശാചാണെന്ന് കർത്താവ് പറയുക. കാരണം ഈ ലോക പിശാചിന്റെ അടിമത്തത്തിലെ കാര്യം, ഇത് സൃഷ്ടിച്ചത് കർത്താവാണെങ്കിലും മനുഷ്യനെ ഇതിന്റെ ചാർജ് ഏൽപ്പിച്ചു, അല്ലെ? മനുഷ്യനെ ഇത് കാത്തു പരിപാലിക്കാൻ ഏൽപ്പിച്ചു. മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതോടെ പിശാചിന്റെ അടിമത്തത്തിലായി. ഈ ലോകം മുഴുവൻ പിശാചിന്റെ അടിമത്തത്തിലായി. പിശാചിന്റെ അടിമത്തത്തിലായിട്ടുള്ള ലോകത്തിലേക്കാണ് ദൈവപുത്രൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ബലഹീനനായ മനുഷ്യന്റെ രൂപത്തിൽ വന്നതെന്ന് നീ ഓർക്കണം. എന്തിനാണെന്നറിയാവോ? അവസാനം വരെ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചതിന്റെ പരിഹാരം അവസാനം വരെ ദൈവത്തിന്റെ മുമ്പിൽ അനുസരണയോടെ നിന്ന് അത് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത്. പിശാച് ഭരിക്കുന്ന ഈ ലോകത്ത് ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവപുത്രൻ ബലഹീനനെ പോലെ വന്നാൽ പിശാച് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
കൊടുക്കാവുന്നതിന്റെ മാക്സിമം പ്രലോഭനം കൊടുത്തു. ശരീരത്തെ നോവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നോവിച്ചു. കർത്താവ് ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിച്ചില്ല. ദൈവത്തോട് പൂർണ്ണമായി അനുസരണപ്പെട്ട് അവൻ ജീവിച്ചു. അത്രയും കഷ്ടപ്പെട്ട് ഒരു മനുഷ്യന് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ കൂടുതൽ വേദന അവൻ അനുഭവിച്ചിട്ടാണ് ഈ വിശുദ്ധ കുമ്പസാരക്കൂടും ഈ വിശുദ്ധ കുർബാനയും നിനക്ക് വേണ്ടി അവൻ സ്ഥാപിച്ചു തന്നത്. ഇതിന് നീ വില കൊടുത്താൽ നീ രക്ഷപ്പെടും. നീ പാപം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരുത്തിനും നരകത്തിൽ പോവുകയില്ല. പാപം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരൊറ്റ ആളും നരകത്തിൽ പോവുകയില്ല. വിശുദ്ധ കുമ്പസാരം നടത്തിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നരകത്തിൽ പോവുള്ളൂ. കാരണം അതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്ന് പറയുക. ഇങ്ങോട്ടേക്കാ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നത്, പാപം മോചിക്കപ്പെടാൻ വേണ്ടി. അച്ഛൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ പ്രവാചകന്മാരും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മാനസാന്തരപ്പെട് എന്ന് മാത്രമാണ്. യോഹന്നാൻ മാതാവിനെ പ്രസംഗിച്ചതും അത് തന്നെയാ, മാനസാന്തരപ്പെട്. ഈശോ പ്രസംഗിച്ച് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഇത് തന്നെയാ, മാനസാന്തരപ്പെട്. സ്ലീഹന്മാർക്ക് പ്രസംഗിക്കാനുണ്ടാകുന്നതും ഇത് തന്നെയാ, മാനസാന്തരപ്പെട്. ഇത് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് നീ ചെയ്താൽ, നീ മാനസാന്തരപ്പെട്ടാൽ, നീ പശ്ചാത്തപിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. പാപം ചെയ്തത് എന്നൊരു കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണേ. നാളെ നമുക്ക് വിശുദ്ധ കുമ്പസാരം നടത്തുന്ന ദിവസമാണ്. നാളെ ഏറ്റവും ഒരുക്കത്തോടുകൂടെ നാളത്തെ വിശുദ്ധ കുമ്പസാരത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം വിശുദ്ധ കുമ്പസാരം എങ്ങനെ നടത്തണമെന്ന് സഭ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നത് ധൂർത്തപുത്രന്റെ ഉപമ എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് ധൂർത്തപുത്രൻ എങ്ങനെയാണ് കുമ്പസാരിച്ചത് എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ്. അത് നമുക്കറിയാം. പാവങ്ങളെല്ലാം ക്രമമായി ഓർത്തെടുക്കുക, ഒന്നാമത്തെ കാര്യം അതാണ്. ധൂർത്തപുത്രൻ ചെയ്തതുപോലെ ധൂർത്തപുത്രൻ പന്നിക്കുഴി കിടന്നിട്ട് ഓർക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തായിരുന്നപ്പോൾ ഏതവസ്ഥയിലായിരുന്നു, ഇപ്പം ഏതവസ്ഥയിലാണ്. കഴിഞ്ഞ കുമ്പസാരം നടത്തിയപ്പോൾ ഏതവസ്ഥയിലായിരുന്നു, ഇപ്പം ഞാൻ ഏതവസ്ഥയിലാണ്. ഇതൊന്ന് ഓർത്തെടുക്കുക, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുക. ഞാൻ പാപം ചെയ്തു പോയി, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പരിശ്രമിച്ചോളാം എന്ന ഒരു തീരുമാനമെടുക്കുക, അതാണത്. 3, ഇനി മേലിൽ പാപം ചെയ്യണമെന്ന് പ്രതിജ്ഞ ചെയ്യുക. അത് ചെയ്തിട്ട് വേണം, ഇനി ഞാൻ ആവർത്തിക്കുകയല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി അത് തുടരും എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരത്താൽ അത് കുമ്പസാരമാവുകയല്ല. പാപങ്ങൾ വെറുതെ പോയി ഏറ്റു പറഞ്ഞിട്ടുകൊണ്ട് കുമ്പസാരമാവുകയല്ല. ഈ 5 സ്റ്റെപ്പുകൾ നടത്തണം. ഈ 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ധൂർത്തപുത്രന്റെ കുമ്പസാരമാണ്. അതെടുത്ത് വെച്ചുകൊണ്ടാണ് സഭ നമ്മളെ ഇങ്ങനെ 5ആയിട്ട് പഠിപ്പിക്കുക. 1, പാപങ്ങളെല്ലാം ഓർത്തെടുക്കണം. വെറുതെ ഓടിപ്പോയി കുമ്പസാരിക്കല്ലേ. വെറുതെ നാളെ ഇവിടെ കുമ്പസാരം വെച്ചിട്ടുണ്ട് എന്നാൽ പോയി കുമ്പസാരിച്ചേക്ക എന്ന് പറഞ്ഞിട്ടല്ല. ഇന്ന് മുതൽ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ചോദിക്കണം, കർത്താവേ ഞാൻ എന്തൊക്കെ പാപമാണ് ചെയ്തിട്ടുള്ളത്. നിസ്സാരമായിട്ടുള്ള ഒന്നുപോലും മറച്ചു വെക്കാതെ നമുക്ക് പറയാൻ പറ്റണം. 2, പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണം. 3, ഇനി മേലിൽ പാപം ചെയ്യലെന്ന് പ്രതിജ്ഞ ചെയ്യണം. 4, ചെയ്തു പോയ പാപങ്ങൾക്ക് വൈദികനെ അറിയിക്കണം. ഏറ്റു പറയണമെന്ന് കർത്താവ് നിർബന്ധം പിടിക്കുന്ന കാര്യമാണ്. ഓർക്കണേ, ഏറ്റു പറയണമെന്ന് കർത്താവ് നിർബന്ധം പിടിക്കുന്ന കാര്യമാണ്. അത് നീ ഏറ്റു പറയാൻ ഇതിൽ കൂടുതലൊരു സൗകര്യം വേറെ ഇല്ല. ഒരിക്കലും പുറത്തു പോവുകയില്ല എന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നതാണ്. അത് വളരെ വ്യക്തമായി അത് ഏറ്റു പറയണം. പാപങ്ങൾ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് ഒരുങ്ങി ഇതുപോലെയൊന്ന് കുമ്പസാരിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കുമ്പസാരത്തെ പേടിക്കുകയില്ല. ഒരിക്കലും കുമ്പസാരത്തെ പേടിയില്ല. എന്തൊരു വലിയ സന്തോഷമാണെന്നറിയാവോ എൻ്റെ പ്രിയമുള്ളവരെ ഉണ്ടാകുന്നത്. ഒറ്റ പ്രാവശ്യമെങ്കിലും അതുപോലെ ഒന്ന് കുമ്പസാരിക്കണം. ഇനി വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. ഈ 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം വിശുദ്ധ കുമ്പസാരം നടത്താനായിട്ട്. വിശുദ്ധ കുമ്പസാരം നടത്താൻ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയുടെ സമയത്ത് നമ്മൾ ചില പാപങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ചില പാപങ്ങൾ ഓർത്തെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ പാപങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് നാളത്തെ കുമ്പസാരത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണം. സാധിക്കുന്ന സമയത്ത് ഓരോ സമയത്തും പോയി കുമ്പസാരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. ഓരോ സമയത്തും വന്ന് കുമ്പസാരിക്കുക. നന്നായിട്ട് ഒരുങ്ങി സമയമെടുത്ത് നിങ്ങൾ കുമ്പസാരിക്കണം. ആ ആശ്വാസം, തമ്പുരാൻ നൽകുന്ന ഒരു ആശ്വാസം, അത് സ്വീകരിച്ചുകൊണ്ട് കുമ്പസാരം കഴിഞ്ഞ് പോകാവുള്ളേ. വെറുതെ ഒന്ന് ഓടി വന്നിട്ട് അച്ഛനിരിപ്പുണ്ടല്ലോ എന്നാൽ പിന്നെ കുറച്ച് പാപങ്ങൾ പറഞ്ഞേക്കാം. പാപങ്ങൾ പറയുന്നത് അത് കുമ്പസാരം അല്ല. ഈ 5 സ്റ്റെപ്പുകളാകുമ്പോഴേ നല്ല കുമ്പസാരം ആവുള്ളൂ. അപ്പോൾ ഈ 5 സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ട് വേണം പാപങ്ങളെല്ലാം ഓർത്തെടുത്ത് അതിന് സമയം കൊടുക്കണം. ഓർത്തെടുത്ത് പാപങ്ങളെക്കുറിച്ച് ഓർത്തിരുന്ന് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു പോയ പാപങ്ങളൊക്കെ വ്യക്തമായി അറിയിച്ച് വൈദ്യം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റി വേണം വിശുദ്ധ കുമ്പസാരം നമുക്ക് ചെയ്യാനായിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കുമ്പസാരം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യത നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അതിൻ്റെ ഒന്നും പേരിൽ കുറ്റപ്പെടുത്താതെ നമുക്ക് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള അവസരം തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ കുമ്പസാരം കർത്താവ് ഇത്രയും തീക്ഷ്ണതയോടെ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.